നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മസിഡോണിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. മാസിഡോണിയ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തിയുടെ മസിഡോണിയ. ആ മസിഡോണിയയിലാണോ ഞാനിപ്പോൾ ഉള്ളത്? നോർത്ത് മസിഡോണിയ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് ഞാനുള്ളത്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മസിഡോണിയ ആണോ നോർത്ത് മസിഡോണിയ? അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം. അതിന് മുമ്പായിട്ട് നമ്മൾക്ക് മദർ തെരേസയുടെ വീട്ടിൽ പോകണം. നമ്മുടെ മദർ തെരേസ ജനിച്ച സ്ഥലം സ്കോപ്പിയയാണ്, മസിഡോണിയയുടെ ക്യാപിറ്റൽ. അപ്പോൾ ടെക് ട്രാവലിറ്റ് KLT UK യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സമയം വൈകിട്ട് 5:30 മണിയായിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് മസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യത്തെ സ്കോപ്പിയ എന്ന് പറയുന്ന ഇവരുടെ തലസ്ഥാന നഗരത്തിലെ മസിഡോണിയ സ്ക്വയറിലാണ്. ആ മസിഡോണിയ സ്ക്വയറിൻ്റെ ഈവനിങ് ദൃശ്യമാണ് ഞാനിന്ന് നിങ്ങളെ പകർത്തി കാണിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിവിടെ കുറച്ചധികം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഈ മസിഡോണിയ എന്ന് പറയുന്നത് സ്റ്റാച്യൂസിൻ്റെ നാടാണ്. ഏകദേശം 1000-ലധികം പ്രതിമകൾ ഈ മസിഡോണിയയിലെ സ്കോപ്പിയ എന്ന് പറയുന്ന ഈ നഗരത്തിലുണ്ട്. ആ ഒരു സ്കോപ്പിയ നഗരത്തിൽ 1000-ഓളം പ്രതിമകൾ പണിതതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് വില കൊണ്ടില്ല. അവർ പ്രതിമകൾ ഇങ്ങനെ പണിതുകൊണ്ടേയിരുന്നു. ധാരാളം പ്രതിമകൾ വീണ്ടും പണിതുകൊണ്ടേയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മാസിഡോണിയ എന്ന് പറയുന്ന കിങ്ഡം ഓഫ് മാസിഡോണിയ എന്ന് പറയുന്ന സാമ്രാജ്യം, നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ലെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചിരുന്ന ആ ഒരു മാസിഡോണിയ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം സത്യം പറഞ്ഞാൽ ഇന്ന് 3 രാജ്യങ്ങളിലായിട്ടാണ് പടർന്നു കിടക്കുന്നത്. ഗ്രീസ്, പിന്നെ ബൾഗേറിയ, നമ്മൾ ഓൾറെഡി പോയി ബൾഗേറിയ, പിന്നെ നമ്മളിപ്പോൾ ഉള്ള ഈ നോർത്ത് മസിഡോണിയ എന്ന് പറയുന്ന ഈ രാജ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് മസിഡോണിയ എന്ന് പറഞ്ഞൊരു കിങ്ഡം ആയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങൾ വിഭജിച്ച് പുതിയ രാജ്യങ്ങളൊക്കെ ഉണ്ടായി ഇങ്ങനെ മാറിയ സമയത്ത് ഇങ്ങനെ പല രാജ്യങ്ങളിലായിപ്പോയതാണ്. ശരിക്കും നമ്മളിപ്പോൾ ഉള്ള ഈ മസിഡോണിയ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് നോർത്ത് മസിഡോണിയ എന്നാണ്. റിപ്പബ്ലിക് ഓഫ് നോർത്ത് മസിഡോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നോർത്ത് മസിഡോണിയ. അപ്പം സൗത്ത് മസിഡോണിയ വേറെ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കും. യെസ്, ഈ സൗത്ത് മസിഡോണിയ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നാളെ പോകാൻ പോകുന്ന തെസലോങ്കി എന്ന് പറയുന്ന സ്ഥലം. അത് ഗ്രീസിലാണുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെർബിയയുമായിട്ട് സ്പ്ലിറ്റായിട്ടാണ് ഈ പറഞ്ഞ പല രാജ്യങ്ങളും ഉണ്ടായതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോർത്ത് മസിഡോണിയ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായപ്പം ഇവർ ഈ രാജ്യത്തിന് ആദ്യമായിട്ട് കൊടുത്ത പേര് റിപ്പബ്ലിക് ഓഫ് മസിഡോണിയ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ റിപ്പബ്ലിക് ഓഫ് മസിഡോണിയ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് പേര് കൊടുത്തപ്പോഴത്തേക്കിനും അത് സമീപത്തുള്ള ഗ്രീസിനും ബൾഗേറിയയ്ക്കുമൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി. അവർക്ക് അത് ഭയങ്കര വിഷയമായി. കാരണം മസിഡോണിയ എന്ന് പറയുന്നത് ഗ്രീക്കിൻ്റെ സ്വന്തമായിട്ട് നടന്നിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവർ റിപ്പബ്ലിക് ഓഫ് മസിഡോണിയ എന്ന് പറഞ്ഞ് പുതിയൊരു രാജ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും അത് വലിയ പ്രശ്നമുണ്ടാക്കി. എന്നിട്ട് ഇവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് അവസാനം 2018 പ്രസ്പ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് കൊണ്ടുവന്നിട്ട് ആ എഗ്രിമെൻറ്റിലാണ് ഇവർ ഈ രാജ്യം റിപ്പബ്ലിക് ഓഫ് നോർത്ത് മസിഡോണിയ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് മസിഡോണിയ എന്നുള്ളൊരു പേര് ഇവർ മാറ്റി റിപ്പബ്ലിക് ഓഫ് നോർത്ത് മസിഡോണിയ സ്വീകരിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ എതിർപ്പിനെ മാനിച്ചാണ്. അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളെ എതിർപ്പിനെ മാനിച്ച് ഇവർ പേര് മാറ്റാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഇവർക്ക് ഇത്തരത്തിൽ ബാക്കിയുള്ള സമീപ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗ്രീസൊക്കെ ഷെങ്കനിലുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളാണ്. ഈ ഗ്രീസും ബൾഗേറിയയും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് യൂറോപ്യൻ യൂണിയനിൽ പോലും കയറാൻ പറ്റാത്ത രീതിയിൽ മാറും. അത് മാത്രമല്ല, ഇവർക്ക് യൂറോപ്യൻ യൂണിയനിൽ കയറണമെന്നുണ്ടെങ്കിൽ സമീപത്തുള്ള പല രാജ്യങ്ങളും പല കാര്യങ്ങളും പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഇവിടുത്തെ പ്രസിഡൻറ്റ് ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി. ആ ഒരു പ്രസിഡൻറ്റിനെ മാറ്റി പൊളിറ്റിക്സിൽ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാത്ത മറ്റൊരു ബിസിനസ്സുകാരനായിട്ടുള്ളൊരു വ്യക്തി ഇവിടെ പ്രസിഡൻ്റായിട്ട് താൽക്കാലികമായിട്ട് വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പേര് റിപ്പബ്ലിക് ഓഫ് നോർത്ത് മസിഡോണിയയിൽ നിന്നും റിപ്പബ്ലിക് ഓഫ് നോർത്ത് മസിഡോണിയ എന്നാക്കി മാറ്റിയത്. അപ്പോൾ അങ്ങനെ കുറേ പൊളിറ്റിക്കൽ കളികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ആ മഹാനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചക്രവർത്തിയുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് ദ ഫൗണ്ടൻ ഓഫ് മദർ ഓഫ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് ഈ ഒരു പ്രതിമയുടെ പേര്. ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നമ്മളൊക്കെ പണ്ട് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ പഠിച്ചില്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ പിന്നെ പഠിക്കുന്നത്. പണ്ട് പഠിപ്പിച്ചതാണ് ടീച്ചർ, പക്ഷേ ഞാൻ ആ സമയത്ത് പഠിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാനതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അങ്ങ് ഇന്ത്യ വരെ എത്തിയിരുന്നു. ഒരു 32 വയസ്സിൽ മരണപ്പെട്ട ഒരു വലിയൊരു ധീര യോദ്ധാവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് അത് വേറെ ലെവലിലുള്ള സംഭവമാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇത് അറിയത്തില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് തപ്പിയെടുത്തോ.
ഇതൊക്കെ രാത്രിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെക്കായിരുന്നു, അടിപൊളിയായിരുന്നു. സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജിലൂടെയാണ് ഞാനിപ്പോൾ ഈ ഒരു നദി ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്കിവിടെ ഈ ഒരു രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ബാൽക്കൻ രാജ്യങ്ങളിൽ, ഹലോ ഹലോ ഹലോ, ലവ് യു ടു. പുള്ളി കൊസോവക്കാരനാണ്. ഓക്കെ, ഹായ് ഹായ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ എന്താ പറഞ്ഞു ഈ ബാൽക്കൻ രാജ്യങ്ങളുണ്ടല്ലോ, ഈ ബാൽക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഈ നമ്മുടെ അടുത്ത് ഭിക്ഷ തണ്ടാൻ വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർ ഭയങ്കര അഗ്രസീവായിരിക്കും. കൊച്ചു പിള്ളേർ മുതൽ സ്ത്രീകളടക്കം പല ആൾക്കാരും ഉണ്ടാവും. ഇവർ ബേസിക്കലി ഇവരൊക്കെ ജിപ്സികളാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജിപ്സികൾ, പിന്നെ അഭയാർത്ഥികൾ, അങ്ങനെ പോകുന്ന കുറേ ആളുകളൊക്കെയാണ്. അവരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകളായിട്ട് വരുമ്പോൾ നമ്മളടുത്ത് ഏറ്റവും കൂടുതലായിട്ട് വരും ഇവർ. ഈ കാണുന്നതൊക്കെ മ്യൂസിയം ബിൽഡിങ്ങുകളാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇതിൻ്റെ ആ ഒരു പകൽ സമയത്തെ ദൃശ്യം കാണിച്ചായിരുന്നു. നല്ല വൃത്തിയായിട്ടൊരു ബിൽഡിങ്ങാണ്. രാത്രി കാണുമ്പോൾ ഭംഗിയുള്ളൂ. ഒട്ടും മെയിൻറ്റൈൻഡ് അല്ലാത്തൊരു ബിൽഡിങ്ങാണത്. ഇവിടെ കുറേ ജിപ്സികളുണ്ട് കേട്ടോ. അവർ ഇവിടെ പെർഫോമൻസാണ്. പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെയാണ്. സംഭവം ഭയങ്കര രസമാണ്. പക്ഷേ അവർ അടിമിടി അടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. വർദർ നദിയാണിത്. വർദർ എന്ന് പറഞ്ഞ നദി നമ്മുടെ സ്കോപ്പിയ നഗരത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന വർദർ നദി. അപ്പോൾ ഈ വർദർ നദി ക്രോസ് ചെയ്ത് ഞാൻ ഇപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കിനും വാവ്, ഇത് അടിപൊളിയാണല്ലോ. അവിടെ ഒരു കൊച്ചു പയ്യൻ, ഇവിടെ ഒരു 10 വയസ്സുണ്ടാവില്ല, അവനവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. അവനവിടെ കൊച്ചു പയ്യനടേ. ഓ പറയണ്ട, കഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടോ, അതേ ഇരിക്കുന്നത് വർണ്ണക്കുനിപ്പ്. ഇവനൊരു 10 വയസ്സ് പോയിട്ട് ഒരു 8 വയസ്സേ ഉണ്ടാവുള്ളൂ ഇവന്. ഇന്നവിടെ ഇരിക്കുക. ഇവരൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ സങ്കടവും ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കിനും. അങ്ങനെ നമ്മൾ ശരിക്കും ഇപ്പോൾ ആ ഒരു മാസിഡോണിയൻ സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ നദിയുടെ അപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ കണ്ട മോണുമെൻറ്റ് ആ ഒരു അലക്സാണ്ടറിൻ്റെ അമ്മയുടെ ഒരു മോണുമെൻ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് അലക്സാണ്ടർ കിങ്ങിൻ്റെ, ദ ഗ്രേറ്റ് അലക്സാണ്ടറിൻ്റെ യഥാർത്ഥ മോണുമെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയർ. ഇവിടെയൊക്കെ ഹോട്ടൽസും പിന്നെ അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് മാസിഡോണിയ. നിങ്ങൾക്ക് മാസിഡോണിയയിലേക്ക് വരാവുന്നതാണ്. ഫ്ലൈറ്റ് എടുത്ത് വരാം, പിന്നെ നിയർ ബൈ രാജ്യങ്ങളിലൂടെ കറങ്ങിയൊക്കെ വരാം, അങ്ങനെ പല രീതിയിൽ വരാം. എന്തായാലും ഞാൻ ഈ ഒരു മാസിഡോണിയ സ്ക്വയർ മൊത്തത്തിൽ കറങ്ങി തീർന്ന് നടക്കട്ടെ. ഇപ്പോഴത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം കേട്ടോ. അറ്റ്ലാന്റിസ് എന്താണ് ഹോട്ടലല്ല, ചോക്ലേറ്റ് ആൻഡ് സീഷെൽസ്. അവിടെ ആരോ ഒരാൾ പാടുന്നുണ്ട്. വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ 5 മണി 5:30 ആയതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴാണ് തിരക്ക് വരിക. ഇവിടെ നമുക്കിതിൻ്റെ ഈ ഒരു അലക്സാണ്ടറിൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാരിയറ്റ് ഹോട്ടലാണ്. ആ മാരിയറ്റ് ഹോട്ടലിൻ്റെ താഴെ നമുക്കൊരു കാസിനോ ഫ്ലമിംഗോ സ്കോപ്പിയ എന്ന് പറഞ്ഞ് കാസിനോ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നോർത്ത് മാസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യത്ത് ധാരാളം കാസിനോകളുണ്ട്. അപ്പോൾ ഈ കാസിനോകൾ എന്തിനാണ് ഇവിടെ ഇത്രയധികം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത്. ഇവിടെ തൊട്ടടുത്ത 2 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അൽബേനിയ, അതേപോലെ തന്നെ മോണ്ടനെഗ്രോ, ഈ പറഞ്ഞ പല രാജ്യങ്ങളും, ബോസ്നിയ ഒക്കെ മുസ്ലിം കൺട്രീസാണ്. അവിടെ കാസിനോകളൊന്നും പാടില്ല. അവർക്ക് അവരുടെ നിയമപ്രകാരം കാസിനോകളൊക്കെ അലൗഡ് അല്ല. അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് അവർ കൂടുതലും ഈ ഒരു രാജ്യത്ത് കസിനോ വെച്ചിരിക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ അതിലും കൂടുതൽ കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, വളരെ നല്ല രീതിയിൽ മണി ലോണ്ടറിങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മണി ലോണ്ടറിങ്ങിന് പറ്റിയ ഏറ്റവും മികച്ചൊരു സംഭവമാണ് ഈ കസിനോ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ പൈസയുമായിട്ട് വരും. എന്നിട്ട് ഇവിടെ എന്താ പറയുക, ഇവിടുത്തെ കസിനോകളായിട്ടൊക്കെ ചേർന്ന് അവരത് പ്രവർത്തിച്ച് അത് പൈസ വെളുപ്പിക്കും. അങ്ങനെയൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ നമുക്ക് ഇവിടെ മുക്കിനും മൂലയ്ക്കും ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കസിനോകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മസിഡോണിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത. നോർത്ത് മസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രത്യേകത. എന്തായാലും അവിടെ നിന്ന് പാടുന്ന ആ ഒരു പാട്ടുകാരുടെ ശബ്ദം കുറേ നേരമായിട്ട് ഈ ഒരു സ്ട്രീറ്റ് മുഴുവനായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ മുമ്പിലൂടെ ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ഞാൻ മുന്നോട്ട് നടക്കുകയാണ്, നമ്മുടെ മദർ തെരേസ മെമ്മോറിയൽ ഹൗസ് ലക്ഷ്യമാക്കിക്കൊണ്ട്. ആയിരക്കണക്കിന് പ്രതിമകളുള്ള നാടല്ലേ, അപ്പോൾ പിന്നെ എവിടെ നോക്കിയാലും പ്രതിമകളായിരിക്കും. ഇവിടെ പ്രതിമകൾ കണ്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി. ഇഷ്ടം പോലെ പ്രതിമകൾ കാണാം. ആ മാരിയറ്റ് ഹോട്ടലിരുന്ന ആ ഒരു ഇത് കണ്ടില്ലേ, ലൊക്കേഷൻ കണ്ടില്ലേ, എവിടെ പോയാലും മാരിയറ്റിൻ്റെ ഹോട്ടൽസൊക്കെ
ഈ പറഞ്ഞ പോലെ പ്രൈം കിഡിലെ ലൊക്കേഷനിലായിരിക്കും. അവിടെ ഫുള്ള് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പബ്ബുകളും പിന്നെ റെസ്റ്റോറൻറ്റുകളും പിന്നെ ബാറുകളും അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെയാണ്. വൈകിട്ടാകുമ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ വരും, ഇങ്ങനെ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ സ്കോപ്പിയ നഗരത്തിലുള്ള മദർ തെരേസ മെമ്മോറിയൽ ഹൗസിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മദർ തെരേസ മെമ്മോറിയൽ ഹൗസ്. ഇതിന് മുമ്പിൽ നമുക്ക് മദർ തെരേസയുടെ ഒരു പ്രതിമയൊക്കെ കാണാം. മദർ തെരേസ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു കാത്തലിക് സെയിൻ്റാണ്, സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ്. ഇന്ത്യയിൽ വന്ന് കൊൽക്കത്തയിലും മറ്റുമൊക്കെ ചെയ്ത കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ INB ട്രിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ പോയ സമയത്ത് നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഈ സ്കോപ്പിയ എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മാസിഡോണിയയിലെ ഈ ഒരു നഗരത്തിലാണ് മദർ തെരേസ ജനിച്ചത് എന്നാണ് പറയുന്നതല്ല, കറക്റ്റല്ല, ജനിച്ചത് ഇവിടെയാണ്. സ്കോപ്പിയയിലാണ് മദർ തെരേസ 1910 മുതൽ 1928 വരെ ജീവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഇവിടെ ഒരു മെമ്മോറിയൽ ഹൗസ് ഇവർ നിർമ്മിച്ചത്. ഇതിവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു മെമ്മോറിയൽ ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരം വൈകിയത് കൊണ്ട് ഇതിനകത്ത് കയറി കാണാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല. ഇതിനോടിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു ചെറിയൊരു ആശ്രമം പോലെയും അതേപോലെ തന്നെ ഒരു പള്ളി പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അകത്ത് കയറാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് കയറാം. ഓക്കെ, താങ്ക് യു. അലക്സാണ്ടർ സ്ക്വയറിൽ തന്നെയുള്ള മദർ തെരേസയുടെ ആ ഒരു മെമ്മോറിയൽ ഹൗസിനുള്ളിൽ ഞാൻ കയറുകയാണ്. ഇത് ഓപ്പണാണ്. നമ്മൾ കൊൽക്കത്തയിൽ പോയി കാണുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് മദർ തെരേസയുടെ ചെറുപ്പകാലത്തെയും അതേപോലെ തന്നെ ഭാവിയിലുണ്ടായിരുന്ന പല സംഭവങ്ങളുടെയൊക്കെ ഫോട്ടോസും ഇൻസിഡൻറ്റും ഒക്കെ പല കാര്യങ്ങളും ഇവിടെ വിവരിച്ചിട്ടുണ്ട്. മദർ തെരേസ കിടന്നിരുന്നു എന്ന് പറയുന്ന ഒരു കട്ടിൽ, ഒരു സിൽവറിൻ്റെ ഒരു കട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പുസ്തകങ്ങളും പിന്നെ അവരുടെ കുറേ നോട്ടുകളും അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അവരുടെ കൊന്ത, അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് പ്രവേശനമുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. നമ്മുടെ കൊൽക്കത്തയിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടാണ് ആ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. നമ്മുടെ കൊൽക്കത്തയിലെ ഫോട്ടോയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ, കൊൽക്കത്തയിലെ ഫോട്ടോ, പിന്നെ ഇന്ത്യയിലെ ശിശുഭവനിലെ ഒരു കുട്ടിയുടെ കൂടെ മദർ തെരേസ ഉള്ള ഫോട്ടോ, പിന്നെ ഇന്ത്യയിൽ ചെയ്ത കുറേ ചാരിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ കുറേ ചിത്രങ്ങൾ. ഇത് ലെബനൻ, ഇത് ത്രിപുര, പിന്നെ ഇത് ധാക്ക ബംഗ്ലാദേശ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള അവരുടെ ഒരു ആക്ടിവിറ്റീസിൽ നിന്നെടുത്ത ഫോട്ടോസ്. നമ്മുടെ റോമിലെ സെയിൻറ്റ് പീറ്റർ സ്ക്വയറിൽ നമ്മൾ പോയത്, നമ്മുടെ മദർ തെരേസനെ വിശുദ്ധയായിട്ട് വാഴ്ത്തപ്പെടുത്തുന്ന സമയത്തുള്ള അവിടുത്തെ ക്രൗഡിൻ്റെ ഒരു ഫോട്ടോ. പിന്നെ മദർ തെരേസ മരണപ്പെട്ടപ്പോൾ എടുത്ത ഇന്ത്യയിൽ നിന്നുള്ള ചിത്രം. അങ്ങനെ പല ചിത്രങ്ങളും നമുക്കിവിടെ കാണാം കേട്ടോ. മദർ തെരേസ ലോകത്തിന് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ലൈക്ക് എന്താ പറയുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും ഇനിയും ഉണ്ടാവണം ലോകത്തിൽ. ഞാനിപ്പോൾ ഇവിടുത്തെ ഓൾഡ് മാർക്കറ്റ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് കുറച്ച് സൂനിയർ വാങ്ങണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം, ഡിന്നർ കഴിക്കണം. ഇവിടുത്തെ സൂനിയറൊക്കെ ചാത്തൻ സൂനിയറാണ്, ഒരു ഭംഗിയുള്ള ഒരു ക്വാളിറ്റിയുള്ള സൂനിയർ ഞാൻ ഇതുവരെ എവിടെയും കണ്ടില്ല. അങ്ങനെ ഫൈനലി എനിക്ക് സൂനിയർ കിട്ടി. ഇവിടെ വലിയ എക്സ്പെൻസീവ് അല്ല സൂനിയർ. ഇവിടെ സൂനിയർ മാത്രമല്ല, മൊത്തത്തിലെല്ലാം ഭയങ്കര അഫോർഡബിളാണ്. ഇവിടെ ഇവർ ലോക്കൽ കറൻസിയും അതേപോലെ തന്നെ നമ്മുടെ യൂറോയൊക്കെ എടുക്കും. നമ്മൾ യൂറോ കൊടുത്താലും ബാക്കി യൂറോയൊക്കെ തരും. സൂനിയറൊക്കെ 2 യൂറോ 1 യൂറോ ആ റേഞ്ചിലൊക്കെ നമുക്ക് സൂനിയർ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് ഏരിയ. ഓൾഡ് ടൗൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഓൾഡ് ടൗൺ ഏരിയ ആയിരിക്കണം. ഇവിടെ റെസ്റ്റോറൻറ്റുകളും ബാറുകളും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. വലിയ തിരക്കൊന്നുമില്ല. ഇത് കൊള്ളാലോ, നൈസ് അല്ലേ? രാത്രി ആകുമ്പോഴത്തേക്കിനും ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. നാളെ നമ്മൾ ഗ്രീസിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഞാൻ ഗ്രീസിൽ ചെന്നിട്ട് ഗ്രീസിൻ്റെ മാസിഡോണിയൻ പാർട്ടും കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തുള്ളൂ. നാളെ നമ്മുടെ ഗ്രീസ് എന്ന് പറയുന്നത് നമ്മുടെ 60ാമത്തെ രാജ്യമാണ്. ഗ്രീസിൽ ഞാൻ ആഥൻസ് പോകുന്നില്ല. ആഥൻസ് വഴി ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകും. കാരണം ഞാൻ ഇനി അങ്ങോട്ട് മെയിൻ വലിയ സിറ്റികൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഞാൻ ചെറിയ ഗ്രാമങ്ങൾ താമസിച്ചുള്ള പരിപാടികളാണ് നോക്കുന്നത്. നമുക്ക് ആഥൻസ് വഴി വേറൊരു സ്ഥലത്ത് പോയാൽ മാത്രമേ നമുക്ക് ഫെറി എടുക്കാൻ പറ്റുള്ളൂ, പോർട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഗ്രീസിൽ പോയിട്ട് ഞാൻ ബൾഗേറിയ, അതായത് ഇതിൻ്റെ മേളിലാണ് ബൾഗേറിയ, ഞാൻ തുർക്കിയിൽ നിന്ന് ബൾഗേറിയ കയറി ഒരു സ്ട്രെച്ച് ഇങ്ങനെ മേളിൽ കൂടെ പോയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ്
വന്ന് ഞാൻ ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക ഗ്രീസിലെത്തും. ഗ്രീസിൽ നിന്ന് തിരിച്ച് ഞാൻ അത്രയും ദൂരം പോവാതെ ഫെറി എടുത്ത് താഴെ പോയിട്ട് ഇറ്റലി കൂടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മേപ്പോട്ട് താഴോട്ട് ഇങ്ങനെ കറങ്ങണ്ടേ. യൂറോപ്പ് മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിലാണെന്ന് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്, ഒരു 4 മണി 5 മണി സമയത്ത്. ഇതിപ്പോൾ ലേറ്റായി എന്നാണ് തോന്നുന്നത്. ഇരുട്ടായതോടുകൂടി ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ ഓൾമോസ്റ്റ് പൂട്ടിക്കെട്ടുകയാണ്. ഇന്നത്തെ എൻ്റെ ഡിന്നർ ഞാൻ ഈ ഒരു കബാബിൽ ഒതുക്കി. ഇത് ചിക്കൻ ഡോണർ കബാബാണ്. അല്ല, ചിക്കൻ അല്ല, ബീഫാണ്. ഇത് ചിക്കൻ ഇല്ല. അപ്പം തിരിച്ച് വന്നിന്ന് ഞാൻ ഇന്ന് രാവിലെ തുണിയൊക്കെ അലക്കിയിട്ടിട്ടാണ് പോയത്. എൻ്റെ ടീഷർട്ടുകൾ ഞാൻ ആക്ച്വലി ആകെ 3 ടീഷർട്ട് എടുത്തിട്ടുള്ളൂ ഇത്തവണ. ഈ 2 ടീഷർട്ടും പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബ്ലാക്ക് ടീഷർട്ടും. 3 ടീഷർട്ട്, 4 ഷഡ്ഡി, 4 സോക്സ്, പിന്നെ 2 ജീൻസ്. ഇത്രയും സാധനങ്ങളായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ 3 ജാക്കറ്റ് ഉണ്ട് മാറി ഇടാനായിട്ട്. ജാക്കറ്റാണല്ലോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഓരോ ദിവസവും ഇതിങ്ങനെ അലക്കിയിടും. അപ്പോൾ അലക്കി ഇട്ടതൊക്കെ ഉണങ്ങിയായിരുന്നു. ചൂടാണല്ലോ ഇതിനകത്ത്, അതുകൊണ്ട് ഉണങ്ങും. നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് ഗ്രീസിലേക്ക് പോകണം. ബാക്കി നാളെ രാവിലെ. ഇന്നിനി കുറേ പണി എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇറ്റ്സ് ടൈം ടു ഗോ. അപ്പോൾ ഇന്ന് രാവിലെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ബസ് യാത്രയുണ്ട് നമ്മൾ ഗ്രീസിലേക്ക്. തെസ്സലോനിക്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതും മാസിഡോണിയയുടെ ഭാഗമായിട്ടുള്ള, ശരിക്കും ഇത് നോർത്ത് മസിഡോണിയ ആണെങ്കിൽ അത് ഗ്രീസിലെ സൗത്ത് മസിഡോണിയ പ്രൊവിൻസ് ആണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സ്കോപ്പിയ നഗരം രാവിലെ 7:30 മണി. പുറത്തെങ്ങും ഈച്ച പോലും ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അതെനിക്ക് ഫുൾ വിജനമാണ്. നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. സ്കോപ്പിയ നഗരത്തിലെ ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടെ ഓൺലൈൻ ടാക്സിയും പരിപാടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ സെർബിയയിൽ പോയപ്പോൾ അവിടെ യാൻഡെക്സ് ആപ്ലിക്കേഷനായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സെർബിയ നിങ്ങൾക്കറിയാമല്ലോ, യാൻഡെക്സ് കൂടുതലൊരു റഷ്യൻ ചായയുള്ള ഒരു ആപ്പാണ്. ഈ റഷ്യനിലും അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് യാൻഡെക്സ് കൂടുതലായിട്ടുള്ളത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഗ്രാബാണ്. അപ്പോൾ സെർബിയയിൽ യാൻഡെക്സിൻ്റെ ആപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർ ഊബറോ വേറെ സംഭവങ്ങളോ ഒന്നുമല്ല. ഇവിടെ ബോൾട്ടാണ് കൂടുതലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഏകദേശം സിമിലർ സംഭവങ്ങളാണ്. പക്ഷേ സെർബിയയിൽ യാൻഡെക്സ് ആയിരുന്നു. റഷ്യൻ അധിനിവേശം നമുക്ക് കുറേയൊക്കെ അവിടെ പല സ്ഥലങ്ങളിലും കാണാമായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. 15 മിനിറ്റ് നടന്നാലെത്തും. ഞാൻ നടക്കാൻ തീരുമാനിച്ചു. രാവിലെ അല്ലേ, തണുപ്പത്ത് നമുക്ക് നടക്കാം. അങ്ങനെ ഞാൻ നടന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ താഴെ എത്തി. ബേസിക്കലി ഇത് താഴെ ബസ് സ്റ്റാൻഡും മുകളിൽ റെയിൽവേ സ്റ്റേഷനും അങ്ങനെയാണ് ഇവിടുത്തെ നിർമ്മാണം. പക്ഷേ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇവർ പണിത് വെച്ചിട്ടേ ഉള്ളൂ. ട്രെയിനൊന്നും ഓടി തുടങ്ങിയിട്ടില്ല. ഇവിടെ ട്രെയിനുകളൊന്നും ഇതുവരെ ഇല്ല. പണ്ട് യുഗോസ്ലാവിയയുടെ കാലത്ത് ഈ സെർബിയയിൽ നിന്ന് ബെൽഗ്രേഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഗ്രീസിലേക്കും പല സ്ഥലങ്ങളിലേക്കൊക്കെ ട്രെയിനുകളൊക്കെ ഓടിയിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ നിന്നു ആക്ച്വലി. ഇപ്പം ട്രെയിനൊന്നും ഓടുന്നില്ല ഇവിടെ. നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ട് അവർ നമുക്കൊരു ടിക്കറ്റ് തരും. എന്നിട്ട് ഇവർ 50 ദിനാർ അല്ലെങ്കിൽ €1 നമ്മളിവിടെ കൊടുക്കാൻ വേണം. എന്നാലേ നമുക്ക് ബസ്സിൽ കയറി പോകാൻ പറ്റുള്ളൂ. നല്ല കച്ചറ ബസ് സ്റ്റാൻഡ്. ഇവിടെ താഴേക്ക് എന്തൊക്കെയോ കിടക്കുന്ന വൃത്തിയുടെ മൊത്തത്തിൽ. വൃത്തി മനില്ലാത്ത വൃത്തിയുടെ ബസ് സ്റ്റാൻഡ്. നല്ല അടിപൊളി വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വേറെ ഏതോ രാജ്യത്തിൻ്റെ വണ്ടിയാണ്. ഈ രാജ്യത്തിൻ്റെ വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എവിടെ നമ്മുടെ വണ്ടി എവിടെ? ഞാൻ കുറേ നേരം എവിടെ നിൽക്കുന്നു, വണ്ടി വരുന്നില്ലല്ലോ. ഇതാണെന്ന് തോന്നുന്നു എൻ്റെ വണ്ടി. മെഴ്സിഡസ് ബെൻസിൻ്റെ വണ്ടിയാണ് കേട്ടോ. സ്കോപ്പിയ ടു തെസ്സലോനിക്കി, അങ്ങനെയാണ് ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വിമാനത്തിൽ കയറുമ്പോഴത്തേക്കിനും ബാഗൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ അവർ ബാഗൊക്കെ കളക്ട് ചെയ്ത് അകത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറ്റുള്ളൂ. അങ്ങനെ സമയം രാവിലെ 8:30 നമ്മുടെ വണ്ടി വിട്ടു. ഇവർ ഈ സീറ്റ് റിസർവേഷൻ ഇല്ലാത്ത വണ്ടികളില്ല. ഫ്രണ്ടിലത്തെ 4 സീറ്റിൽ ആരെയും ഇരുത്തുന്നില്ല. അവരിവിടെ സ്റ്റാഫ് മാത്രമായിരിക്കും ഇരിക്കുന്നത്. ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ച് അത് ബ്ലോക്ക് ചെയ്യുക, ആരും ഇരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 250 കിലോമീറ്റർ ഉണ്ട് തെസ്സലോനിക്കി എന്ന് പറയുന്ന ഗ്രീസിലെ ആ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 250 കിലോമീറ്റർ. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് എവിടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല വേറെ. ഞാനിന്ന് തെസ്സലോനിക്കി നിൽക്കണോ? തെസ്സലോനിക്കി നിൽക്കാൻ എനിക്കറിയത്തില്ല. സിറ്റിയാണ് ഇറ്റലിയിലല്ല, ഗ്രീസിലെ 2nd ലാർജസ്റ്റ് സിറ്റിയാണ്. പിന്നെ ഉള്ളത് ആഥൻസാണ്. ആഥൻസിൽ ഇപ്പോൾ കവർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ആഥൻസ് ഞാൻ സമ്മറിൽ ഗ്രീസ് എക്സ്പ്ലോർ ചെയ്യാൻ നേരെ വരും. ഗ്രീസും ഇറ്റലിയും കൂടെ. അപ്പോൾ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു എയിം എന്ന് പറയുന്നത് നാളെ വൈകിട്ട് 5:30 മുമ്പ് പത്രാസ് എന്ന് പറയുന്നൊരു പോർട്ടിലെത്തണം. അവിടെ നിന്ന് കപ്പലുണ്ട്. ആ കപ്പലിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ആ കപ്പലിലെടുത്തിട്ട് 16 മണിക്കൂർ യാത്രയുണ്ട്. കപ്പലിൽ ഇറ്റലിയിലേക്ക് പോകാനായിട്ട് 16 മണിക്കൂർ ഓവർനൈറ്റ് യാത്രയാണ്. വൈകിട്ട് 5:30 കയറി കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് എന്താ എത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. അപ്പോൾ ഇന്ന് എവിടെ നിൽക്കണം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നോക്കാം പോകുന്ന വഴിക്ക് എങ്ങനെയാണ്. നമുക്ക് മടുക്കുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നിൽക്കാം. അല്ലെ നല്ല സ്ഥലം കാണുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ റൂം എടുക്കാം. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും കുറച്ച് തണുപ്പിന് ഇച്ചിരി കുറവ് വരും.
അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പിന് ഇച്ചിരി ചെറിയൊരു കുറവുണ്ട്. 7 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ വണ്ടി ഒരു ടോയ്ലറ്റ് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ടീ ബ്രേക്കിനൊക്കെ ആയിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ നിർത്തി. മെഴ്സിഡീസ് ബെൻസിലെ വണ്ടിയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയായിരുന്നു. വണ്ടിക്കകത്താകെ ഒരു 10 പേരേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ല. നമ്മളിപ്പോൾ ബോർഡറിനടുത്തുള്ള ഏതൊരു ടൗണിലെത്തി. ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണിത്. വരുന്ന വഴിക്ക് നല്ല എക്സ്പ്രസ് ഹൈവേ റോഡുകളൊക്കെ ആയിരുന്നു. ഗ്രാമങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ നമ്മൾ മസിഡോണിയയുടെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇമിഗ്രേഷൻ ഇത് വലിയ ഇമിഗ്രേഷനാണ്. കാരണം നമ്മൾ ഇനി ഷെങ്കൻ രാജ്യത്തേക്കാണ് കയറാൻ പോകുന്നത്, ഗ്രീസിലേക്ക്. ഗ്രീസ് ഷെങ്കനാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇറങ്ങേണ്ടി വരും. മസിഡോണിയയിൽ നമ്മൾ പുറത്തിറങ്ങണ്ട. ഡ്രൈവർ വന്ന് നമ്മുടെ എല്ലാവരെയും പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് താഴെ പോയിട്ട് എക്സിറ്റ് അടിച്ചുകൊണ്ടിട്ട് അങ്ങനെ ഡ്രൈവർ പോയിട്ട് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് നമ്മളെ തന്നിട്ടില്ല, പുള്ളി തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും യൂറോപ്യൻ യൂണിയനിൽ കയറുകയാണ്. നമ്മളിപ്പോൾ ഗ്രീസിലാണ് കയറാൻ പോകുന്നത്. ഗ്രീസ്. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ പാസ്പോർട്ടുമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല, കുറേ നേരമായി. അങ്ങനെ ഞാൻ എവിടെയൊക്കെ കയറുന്നതെന്നറിയാമോ? ഞാൻ എൻ്റെ 60ാമത്തെ രാജ്യമായിട്ടുള്ള ഗ്രീസിലേക്കാണ് ഞാനിപ്പോൾ കയറുന്നത്. ബസ്സിലിരുന്നുകൊണ്ട് നമ്മൾ ഗ്രീസിലേക്ക് കയറുന്നു. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 1.25 മണിക്കൂറായി. മിക്കവാറും എനിക്ക് അടുത്തൊരു ട്രെയിൻ കണക്ടിവിറ്റി നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് തെസലനോക്കി എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം മിക്കവാറും നഷ്ടപ്പെടും. സാധാരണ ബോർഡറിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെയാണ് പൊക്കി വിളിച്ചുകൊണ്ട് പോകുന്നത് ഡൗട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നെ വിളിക്കാറില്ല. ബസ്സിലുള്ള ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയി. ഒരു എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. 11:30 വന്നാണ് ഇവിടെ. ഇപ്പോൾ 12:30 മണിയായി. ഇനി നമ്മൾ ഗ്രീസിലോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ 1:30 മണിയാണ്. 1 മണിക്കൂർ മുമ്പിലാണ്. എത്ര നേരം എന്നറിയോ? ആരും വന്നിട്ടില്ല ഇതുവരെ. ബോർഡറിൽ വലിയ തിരക്കൊന്നുമില്ല, വണ്ടികളൊന്നുമില്ല. പക്ഷേ നമ്മുടെ വണ്ടി, നമ്മുടെ ആ ഒരു ലേഡിക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് കാരണം പോയേക്കോ. അവർ വരുന്നുണ്ട് രണ്ടുപേരും കൂടെ. എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ഭാഗ്യം. എന്നോടെന്താണെന്നൊന്നും ചോദിക്കാറ്. ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ്. പുള്ളിക്കാരി ഒന്ന് സോറി പറഞ്ഞെല്ലാവരും. അങ്ങനെ നമ്മൾ വീണ്ടും ഷെങ്കൻ രാജ്യങ്ങളിൽ കയറിയിരിക്കുകയാണ്, യൂറോപ്യൻ യൂണിയനിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ യാത്രയുണ്ട് തെസലനോക്കി എന്ന് പറയുന്ന ആ ഒരു ടൗണിലേക്ക്. ഇനി നമുക്ക് UK എത്തുന്നവരെ, അതായത് ലണ്ടൻ എത്തുന്നവരെ 17 രാജ്യങ്ങളും കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഇമിഗ്രേഷൻ ഇല്ല. ഇനി നമുക്ക് ആകെ ഇമിഗ്രേഷൻ വരുന്നത് നമുക്ക് ലണ്ടൻ എത്തുമ്പോൾ മാത്രമാണ്, UKയിലേക്ക് കയറുമ്പോൾ മാത്രമാണ്. അതിനിടയ്ക്ക് നമുക്ക് ഇമിഗ്രേഷനേ ഇല്ല. അതായത് ലോകത്തെ ഏറ്റവും വലിയ പാസ്പോർട്ട് ഇല്ലാതെ, അതായത് ബോർഡർ കൺട്രോൾ ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഏരിയയാണ് ഷെങ്കൻ ഏരിയ എന്ന് പറയുന്നത്. അതാണ് ഷെങ്കൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പണ്ടത്തെ ആ ഒരു മാസിഡോണിയൻ ആ ഒരു സ്ഥലത്തൂടെയാണ്. മാസിഡോണിയ എന്ന് പറയുന്ന പണ്ടത്തെ ആ ഒരു റീജിയൻ, നമ്മുടെ ദ ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചിരുന്ന മാസിഡോണിയൻ സ്ഥലം. അലക്സാണ്ടറിൻ്റെ മാസിഡോണിയ. പിന്നെ ഗ്രീസിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആരൊക്കെയാണ്? അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ്, അങ്ങനെ എത്ര ആളുകളുടെ പേരല്ലേ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചത്. ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ഗ്രീക്ക് ദേവന്മാരും പിന്നെ ഗ്രീക്ക് ഫിലോസഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സംഭവങ്ങളായിരുന്നു. എൻ്റെ പണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര അറുപോറൻ ടോപ്പിക്കായിരുന്നു. അതൊക്കെ പണ്ടത്തെ അറുപോറൻ ടോപ്പിക്കുകൾ പഠിച്ച സ്ഥലങ്ങളും കാഴ്ചകളും എല്ലാം ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗ്രീസിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങി വീഴുന്ന സുഹൃത്തുക്കളെ. നമ്മുടെ 60ാമത്തെ രാജ്യമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു KL to UK യാത്ര ആരംഭിച്ചതിന് ശേഷം നമ്മുടെ 30ാമത്തെ രാജ്യവുമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാഗ് എടുക്കട്ടെ. ഒരു ബസ്സിൽ കയറി വേറെ സ്ഥലത്ത് വന്ന് ഇറങ്ങിയതാണ്. 4 മണിക്കൂർ 250 കിലോമീറ്റർ മാറി വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും കാലാവസ്ഥ മാറി കണ്ടില്ലേ. ഇത് ഞാൻ ജാക്കറ്റിൻ്റെ സിബ് പോലും ഇട്ടിട്ടില്ല. അയ്യോ, കാറ്റുണ്ട്, പക്ഷെ എന്നാലും എക്സ്ട്രീം തണുപ്പൊന്നുമില്ല. അടിപൊളി. നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ വന്നു കഴിഞ്ഞാൽ
ഇവിടെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്നതിന് പൈസ ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട. ഇവിടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പലതും റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും പല ബസ് സ്റ്റാൻഡുകളും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ബേസിക്കലി റെയിൽവേ സ്റ്റേഷൻ കെട്ടിടമാണ് തെസലോനിക്കി എന്ന് പറയുന്നത്. ഇത് ടിക്കറ്റ് കൗണ്ടർ അല്ലേ? ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് തെസലോനിക്കി കാണാൻ പോകണം. അതിന് മുമ്പ് ഞാൻ ഈ ബാഗ് വെച്ച് വലിയ ബാഗിനകത്ത് വെക്കട്ടെ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ശരിക്കും ഉണ്ടല്ലോ, സമയം ഇപ്പോൾ 2:30 മണിയായി. ഇവിടുന്ന് 2 മണിക്ക് ആഥൻസിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ഏതൻസ് എന്ന് നമ്മൾ എഴുതും, ആഥൻസ് എന്നാണ് പറയുന്നത്. ആഥൻസിലേക്ക് 2 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബസ് ഇവിടെ വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ട്രെയിൻ മിസ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ആഥൻസിലേക്ക് ഡയറക്റ്റ് പോകാമെന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ആഥൻസിലേക്ക് ട്രെയിൻ എന്ന് പറയുന്നത് 4 മണിക്കും പിന്നെ 6 മണിക്കുമാണുള്ളത്. അതുവരെ പോസ്റ്റാണല്ലോ, 2:30 ആയതേ ഉള്ളല്ലോ. അതായത് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 5:10 ഉള്ളൂ ഇനി നമുക്ക് ആഥൻസിലേക്ക് അടുത്ത ട്രെയിൻ. എനിക്കാണെങ്കിൽ ഇന്ന് ആഥൻസെങ്കിലും എത്തണം, എന്നാലും എനിക്ക് നാളെ ഫെറി എടുക്കേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പത്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പത്രാസ്, നമ്മുടെ പത്രാസ് അല്ല. ഇവിടെ ബാഗ് വെക്കുന്ന സ്ഥലമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇവിടെ ബാഗ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ സിറ്റിയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമായിരുന്നു. ഈ സ്ഥലം നമ്മുടെ അരിസ്റ്റോട്ടലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെയൊക്കെ സ്ഥലം കേട്ടോ. ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. പുറത്തിറങ്ങി വന്നിട്ട് ഇവിടെ ഒരു ബസ്സുണ്ട്, നമുക്ക് ബസ്സിൽ കയറാം. സിമിസ്കി സ്ക്വയറിലേക്ക് പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. ഇതിനകത്ത് എങ്ങനെ ടിക്കറ്റ് എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ആ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല ബസ്സിനകത്തെ. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പുറത്ത് കിയോസ്കി ചോദിക്കാൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ അവിടെ ടിക്കറ്റ് ഇല്ല. എന്തോന്നടേ ഇത്, മര്യാദയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു കാർഡുണ്ടായിരുന്നു, ഒരു മെഷീൻ ഉണ്ടായിരുന്നു ഒരു ബസ്സിൽ. ആ മെഷീനിൽ നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു. ഒരു കാർഡ്, എന്തോ ഒരു 24 hours പാസ് പോലത്തെ സാധനം കിട്ടി. അതാണ് ലാഭം എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും സാധനം ഇവിടെ ബാങ്ക് കാർഡ് ഡിറ്റക്റ്റഡ് ഇഷ്യൂയിങ് ഒരു ടിക്കറ്റ്. വാ, ഒന്നുമില്ല. അതെ, വന്ന് ടിക്കറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഇത് വെറുതെ ഒരു ടിക്കറ്റ് അല്ല കേട്ടോ. ഇതിൽ NFC എനേബിൾഡ് ആണ്. ഇതിന് ഈ പേപ്പറിനകത്ത് ഒരു പേപ്പറാണ്. ഈ പേപ്പറിനകത്ത് ചിപ്പൊക്കെ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ കയറുമ്പോഴത്തേക്കിന് ഇവിടെ ഇങ്ങനെ കാണിച്ച് വാലിഡേറ്റർ എന്ന് പറഞ്ഞ് കാണിക്കുക. വാലിഡേറ്റഡ് ആവണം. അത് വാലിഡേറ്റ് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് സെറ്റപ്പ് അല്ലേ ഇത്. ഞാൻ ഉദ്ദേശിച്ച ഗ്രീസ് അല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഗ്രീസ് ഇങ്ങനെയൊന്നും അല്ല. നമ്മൾ ഗ്രീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ കാണുമ്പോഴത്തേക്കിനും കുറേ സീസൈഡിലുള്ള കുറേ മനോഹരമായിട്ടുള്ള ഹില്ലി ടെറൈൻസും പിന്നെ കുറേ കോട്ടകളും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ നമ്മൾ കാണുന്നത്. ഇത് ടൂറിസ്റ്റുകളാരും വരാത്ത ഗ്രീസ്. ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരു യൂറോപ്യൻ ടച്ച് പോലും ഒരു കെട്ടിടത്തിനും ഇല്ല. ഇത് നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കാണുന്ന പോലത്തെ തന്നെ കെട്ടിടങ്ങൾ ഇല്ലേ. നമ്മൾ ശരിക്കും ഓരോ രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും ആ രാജ്യത്തിൻ്റെ നല്ല ഭാഗങ്ങളും നല്ല വശങ്ങളും മാത്രമേ നമ്മളെ പലരും കാണുന്നുള്ളൂ അല്ലേ. ഇല്ലേ, വേറെ പലതും നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഈ ഒരു തെസലോനിക്കി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഗ്രീസിൻ്റെ ഇങ്ങനത്തെ ഒരു വശം ഞാൻ കാണുമായിരുന്നു? ഒരിക്കലും കാണില്ലായിരുന്നു. സോറി. അപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറി ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. സിമിസ്കി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സെൻട്രൽ ഏരിയ ഉണ്ട്, അവിടെ പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇവിടെ ഞാൻ ആ ബസ്സിൽ കയറിയപ്പോഴത്തേക്കിനും ഒരു 3-4 ഇന്ത്യക്കാരെ കണ്ടായിരുന്നു. ഇന്ത്യക്കാരെ എനിക്കൊന്ന് അവരിവിടെ താമസിക്കുന്നവരാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇച്ചിരി പ്രായമുള്ള ആൾക്കാരായിരുന്നു 3-4 പേര്. അവർ ടൂറിസ്റ്റുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അയ്യോ, ഇത് ഞാൻ ഉദ്ദേശിച്ച ഗ്രീസ് അല്ലേ, ഇത് ഞാൻ ഉദ്ദേശിച്ച യൂറോപ്യൻ യൂണിയൻ അല്ലേ, ഇങ്ങനെയൊക്കെയാണോ ഇവിടെ? ഇതൊക്കെ നമ്മുടെ സാധാരണ സെൻട്രൽ ഏഷ്യൻ ചന്തകൾ, നമ്മളെ നാട്ടിലെയൊക്കെ ചന്തകളൊക്കെ പോലെ ചാത്തൻ ഷഡ്ഡിയും സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടല്ലേ. എനിക്ക് ഹായ് ക്യാമറ. ഹായ്, ഐ ആം ഗുഡ്. ഹൗ ആർ യു? Fine, thank you. Yeah, thank you. പുള്ളിക്കാരി നല്ല സുന്ദരിയായിരുന്നു അല്ലേ. ക്യാമറ നല്ല പാവം ആൾക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു. ക്യാമറ ഷൈ ഒന്നും ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. ഞാൻ പുള്ളിക്കാരി വിൽക്കാൻ വെച്ചിരിക്കുന്ന ഷഡ്ഡി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി വന്ന് ക്യാമറയാണോ എന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. ഞാൻ ഈ വലിയ ബാഗ് കൊണ്ടൊക്കെ അല്ലേ നടക്കുന്നത് ഇവിടുത്തെ മാർക്കറ്റിലൂടെ. ഇതെനിക്ക് വന്ന് ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. നോക്കി, ഓ മൈ ഗോഡ്. ഇവിടെ ഇന്ത്യക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് മൈഗ്രൻസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യക്കാർ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഞാൻ കാണുന്നു. എല്ലാവരും എന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നോക്കുന്നു. ഇതെന്തുവാ ഇത് മറ്റൊരു ബാൽക്കൻ രാജ്യമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. നമ്മുടെ കടൽ തീരത്തുള്ള ഒരു ബാൽക്കൻ രാജ്യം. ഗ്രീസിന് ആണ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയ ഉള്ള രാജ്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ 98% വരുന്ന ആളുകളും ക്രിസ്ത്യാനികളാണ്. അവരെല്ലാവരും ഗ്രീക്ക് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. എൻ്റെ പൊന്നെ, ഇവിടെ മൊത്തം ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യൻസും ബംഗ്ലാദേശീസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണല്ലോ ഇവിടെ മൊത്തം. ഇവിടെ മൊത്തം പ്രാവ്. ഓടുന്നില്ല. ഞാൻ ഇത്ര അടുത്ത് വന്നിട്ട് നിങ്ങൾ ആരും ഓടുന്നില്ലെന്ന് നോക്കി. കാരണം ഇവിടെ ഒരാളിരുന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, ഇത് എവിടെ പോയാലും ഇവിടുത്തെ പ്രാവിനൊന്നും ഒരു പേടിയില്ല കേട്ടോ. എന്തിനാണോ ഇത്
ഈ തെസലോനിക്കി എന്ന് പറയുന്ന ഈ ഒരു നഗരം എന്ന് പറയുന്നത് ഗ്രീസിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് സത്യം പറഞ്ഞാൽ. അതായത് ആഥൻസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം. ഇവിടെ ഈ പറഞ്ഞ പോലെ കടൽ തീരത്തുള്ള ഒരു പോർട്ട് സിറ്റിയും കൂടിയാണ് ഈ തെസലോനിക്കി എന്ന് പറയുന്നത്. പോർട്ട് സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കറിയാം കടൽ തീരം മാത്രം, അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും കുന്നും മലയൊക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു വൈബിലുള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല വലിയ സിറ്റിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഗ്രീക്ക് സ്റ്റൈലിലുള്ള ഇഷ്ടംപോലെ കെട്ടിടങ്ങളും ബാക്കിയുള്ള ചരിത്ര നിർമ്മിതികളും പിന്നെ അരിസ്റ്റോട്ടിൽ സ്ക്വയറും അങ്ങനെയുള്ള പല പ്രതിമകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ് തെസലോനിക്കി എന്ന് പറയുന്നത്. തെസലോനിക്കി നഗരത്തിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സിമിസ്കി എന്ന് പറഞ്ഞൊരു ഏരിയ, സിമിസ്കി ഏരിയയിലെ അരിസ്റ്റോട്ടിൽ സ്ക്വയറിലേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അരിസ്റ്റോട്ടിൽ സ്ക്വയർ. ആക്ച്വലി ഈ ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ട് വരികയാണെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ എനിക്ക് ബാഗ് വെക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. പാട്ട് പാടുന്നവരുണ്ട് കേട്ടോ. എല്ലായിടത്തും ഉള്ളപോലെ തന്നെ ഭിക്ഷ യാചിക്കുന്നവർ, ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ, ഇമിഗ്രൻസ്, അങ്ങനത്തെ ഒരു ശരിക്കുള്ള ഒരു യൂറോപ്യൻ ഫീല്, യൂറോപ്പിലെ പല നഗരങ്ങളിലുള്ള ഒരു ഫീല് എനിക്കിവിടെ വന്നപ്പോൾ തന്നെ കിട്ടി. അങ്ങ് ദൂരെ നമുക്ക് കടൽ കാണാം. ആ കടൽ തീരത്തേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തുള്ള കെട്ടിടങ്ങൾ കണ്ടില്ലേ? ഇവിടെ വന്നപ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു പരമ്പരാഗത ഗ്രീക്ക് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങി. എനിക്ക് ഫുഡ് കഴിക്കണം. ഞാനിങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. ഇത് കോഫി വിൽക്കുന്ന ഒരാൾ. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് കോഫി കുടിക്കും. പിന്നെ നമ്മൾ മറ്റേ തുർക്കിഷ് സാധനമില്ലേ, അത് കൊടുക്കുന്ന ഒരാൾ. ഇവിടെ ഒരു ബറീറ്റോ ബാർ എന്ന് പറഞ്ഞൊരു കട കാണാം. ബറീറ്റോ ബാർ. ഞാൻ അവിടെ നിന്നൊരു ബറീറ്റോ ബൗളിൻ്റെ ഒരു ബൗൾ വാങ്ങിച്ചാൽ ബറീറ്റോയുടെ ഒരു ബൗൾ വാങ്ങിച്ച് എന്നിട്ട് നമുക്ക് ആ കടൽ തീരത്ത് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ നമ്മുടെ എന്താ പറയുക അരിസ്റ്റോട്ടിൽ സ്ക്വയർ വളർന്ന് കണ്ടുപിടിക്കട്ടെ. ഈ കാണുന്ന സ്ഥലത്തിനിടയ്ക്കൂടെ എല്ലാം റോഡുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ നടന്നിങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇതിനിടയ്ക്കൂടെ ബസ്സൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഭാഗമൊക്കെ വന്നപ്പോഴത്തേക്കിനും. ഈ ഭാഗമൊക്കെ അടിപൊളിയാണ്. ഈ പഴയ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണല്ലോ. നൈസ്. ഇവിടെ അരിസ്റ്റോട്ടലിൻ്റെ പ്രതിമ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ ബെഞ്ചുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് കഴിക്കായിരിക്കും. വിശക്കുന്നു. വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ ഫുഡൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ എന്താ പറയുക, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എന്തോ സാധനം ചിക്കനുണ്ട്. നല്ല കാറ്റ്. അരിസ്റ്റോട്ടിൽ സ്ക്വയറിൽ വന്നിരുന്ന് കടലൊക്കെ കണ്ട് ബീച്ച് വ്യൂ, ഫൈൻ ഡൈനിങ്. അങ്ങനെ എൻ്റെ ലഞ്ച് കഴിഞ്ഞ് വേസ്റ്റ് കളഞ്ഞ് അങ്ങനെ ഞാൻ അരിസ്റ്റോട്ടലിൻ്റെ സ്റ്റാച്ചു കണ്ടുപിടിച്ചു. ഈ കാണുന്നതാണ് അരിസ്റ്റോട്ടലിൻ്റെ സ്റ്റാച്ചു. ഇതാണ് അരിസ്റ്റോട്ടൽ സ്ക്വയർ. ഇതിൻ്റെ മുമ്പിലിരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. കണ്ടില്ല, അരിസ്റ്റോട്ടലിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. നമ്മൾ ഇയാളൊക്കെ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്നെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അരിസ്റ്റോട്ടലിൻ്റെ? അയ്യോ എൻ്റെ അമ്മോ, നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും. പല ലാംഗ്വേജിലും ഡിഗ്രിക്കും ക്ലാസ്സിലും അല്ലാതെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അരിസ്റ്റോട്ടിൽ. അങ്ങനെ പല ആൾക്കാർ, പ്ലാറ്റോ, പിന്നെ ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ പല പേരുകൾ, പല ആളുകൾ, പല ഗ്രീക്ക് ദേവന്മാർ, എന്തൊക്കെ കഥകളും എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രീക്കുകാരെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും അരിസ്റ്റോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും അരിസ്റ്റോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു. ശരിക്കും ഇത് ഇങ്ങനെ വലിയ പുള്ളിയായിരുന്നു കേട്ടോ അരിസ്റ്റോട്ടൽ എന്ന് പറഞ്ഞ ആൾ. ഇവരൊക്കെ നമ്മൾ ക്രിസ്തുവിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകളാണ്, അങ്ങനെയാണല്ലോ പറയുന്നത്. 384 BC ജനിച്ച് 322 BC മരണപ്പെട്ട വ്യക്തിയാണ് അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നത്. പിള്ളേരൊക്കെ അതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ നിന്ന് ആ പ്രതിമയെ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ അരിസ്റ്റോട്ടലിൻ്റെ പ്രധാന ശിഷ്യൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആയിരുന്നു. ഇവരുടെയൊക്കെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്സും, പിന്നെ അതേപോലെ തന്നെ ലോജിക്, നാച്ചുറൽ ഫിലോസഫി, മെറ്റാഫിസിക്സ്, അങ്ങനെ തുടങ്ങി വലിയ ആളുകളായിരുന്നു ഇവരൊക്കെ. ഈ ഗ്രീക്കുകാരെന്ന് പറയുന്നത് ഇവർ വേറെ ലെവലായിരുന്നു. ഞാൻ കൂടുതൽ ഗ്രീക്കുകാരെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പലരും പഠിച്ച് ബോറടിച്ച ടോപ്പിക്കുകളായിരിക്കും പലതും. എനിക്ക് പലതും ബോറിംഗ് ആയിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. ഇപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു എന്താ പറയുക കിടില സ്ഥലമാണ്. അങ്ങ് ദൂരെ നമുക്ക് ഇവിടുത്തെ തെസലോനിക്കിയിലെ മറ്റേ പോർട്ട് കാണാൻ സാധിക്കും. പോർട്ട് കാണാൻ സാധിക്കും. ആ പോർട്ടിൽ എനിക്ക് തോന്നുന്നു ആ കിടക്കുന്ന ഒരു യുദ്ധക്കപ്പലാണോ എന്നൊരു സംശയമുണ്ട് കണ്ടിട്ട്. ഇവിടെ ധാരാളം കപ്പലുകൾ ഇങ്ങനെ വന്നു പോകുന്നൊരു പോർട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാണുന്നത് ഗൾഫ് ഓഫ് ഏജിയൻ സീ.
തെറാമിക് ഗൾഫ് ഓഫ് ഏജിയൻ സീ എന്നാണ് പറയുന്നത് ഈ ഒരു ഭാഗത്തെ കടലിന്. ശരിക്കും മെഡിറ്ററേനിയൻ സീൻ്റെ മുകൾ ഭാഗം ആ ഒരു ഭാഗമായിട്ട് വരും ഇത്. ഈ ഗ്രീസിലുണ്ടല്ലോ, ഈ ഗ്രീസിൻ്റെ കീഴിൽ ഏകദേശം 1000-ഓളം വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. മെയിനായിട്ട് ഈ തുർക്കിയുടെ താഴെ ഗ്രീസിൻ്റെ വലതുഭാഗത്ത് ആ ഭാഗത്തായിട്ടാണ് ഈ 1000കണക്കിന് വരുന്ന ദ്വീപുകൾ വരുന്നത്. ഇത് കുട്ടികളെ കൊണ്ടൊക്കെ വന്നാൽ ഭയങ്കര ഡേഞ്ചറല്ലേ? ഇവിടെ നേരെ താഴേക്ക് പോകില്ലേ? അവിടെ ഒരു സംഭവം വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല കണ്ടില്ലേ? ആ ഒരു പോർട്ട്, പഴയ ഹാർബർ ഏരിയ, പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സീ സൈഡിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ ആയിട്ട് സ്ഥലം കൊള്ളാം. ഈ ഗ്രീസിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇവിടെ പണ്ട് റോമാക്കാരും അതേപോലെ തന്നെ ബൈസാൻറ്റൈൻ്റെ ആൾക്കാരും അവരിവരൊക്കെ കയ്യേറിയിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് അവസാനമായിട്ട് ഒട്ടോമാൻ്റെ ആൾക്കാരാണ് ഇവിടെ വന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒട്ടോമാൻ്റെ ആൾക്കാരിൽ നിന്നും ഇവർ യുദ്ധം നടത്തി ഗ്രീസ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം അവർ സ്വതന്ത്രമാക്കി എടുക്കുകയായിരുന്നു. പിന്നീടും പല പ്രശ്നങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ശരിക്കും മാസിഡോണിയയുമായിട്ട് മാത്രമേ ഇവർക്ക് ചെറിയ പ്രശ്നമുള്ളൂ. ഇപ്പം ബേസിക്കലി മാസിഡോണിയനെ ഇവരുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നോർത്ത് മാസിഡോണിയ ആക്കി. പിന്നെ അവർ അങ്ങനെ കുറച്ച് ഈഗോ ഇഷ്യൂസ്, അങ്ങനെ ആ ഒരു പ്രൊവിൻസ് ആണല്ലോ, ആ ഒരു പ്രൊവിൻസിൻ്റെ പേരിലുള്ള കുറച്ച് ഈഗോ ഇഷ്യൂസും മറ്റുമൊക്കെ. എന്തായാലും ഈ ഭാഗത്തെ ഈ കെട്ടിടങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഒരു സീ സൈഡിൽ ഇവിടെ കംപ്ലീറ്റ് ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ഈ തുർക്കിക്കാരെ പോലെ കണ്ടില്ലേ, ചായയും കാപ്പിയും കുടിച്ചുകൊണ്ട്, ചായ അല്ല കാപ്പിയാണ്, കാപ്പിയും കുടിച്ച് സിഗരറ്റും വലിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ പുറത്ത്. ഇത് തിരക്കതറിയോ? ഇതൊക്കെ നമുക്ക് ഈ മൊറോക്കോയിലാണ് ഞാനത് ഏറ്റവും കൂടുതൽ ആദ്യം കണ്ടത്. പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. ഇങ്ങനെ ചായയും കുടിച്ച് അല്ലെ ചായനെക്കാട്ടി കൂടുതൽ ഇവർ കുടിക്കുന്ന മറ്റേ എസ്പ്രസോ ഷോട്ട് അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. നല്ല ഹാർഡ് കോഫി അടിച്ച് ഇങ്ങനെ ഇരിക്കും. ആളുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇവിടേക്ക് വന്നപ്പോഴത്തേക്കിനും ആ രീതികളൊക്കെ മാറി. അതായത് ഭയങ്കര രസമായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ നല്ല അടിപൊളി ഡ്രസ്സ്, ഇവരുടെ ഡ്രസ്സിങ് സെൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യൂറോപ്പ് പൊതുവെ അങ്ങനെയാണ് മൊത്തത്തിൽ. അത് ഇവിടെ വന്നപ്പോഴത്തേക്കിനും കാണുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, മിക്കവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കും ഗ്രേയും കളറായിരിക്കും, അതിനപ്പുറത്തേക്ക് ഡാർക്ക് കളേഴ്സൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു കടയിൽ നല്ല അടിപൊളി സൂനിയറുകൾ, തെസ്സലോനിക്കയുടെ സൂനിയർ ആണല്ലോ. ഞാൻ അലക്സാണ്ടർ ഇരിക്കുന്ന ഒരു തെസ്സലോനിക്കിൻ്റെ ഒരു സൂനിയർ വാങ്ങിച്ചു. ചായക്കടകളിലൊക്കെ എന്ത് തിരക്കാണെന്നറിയോ? ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ തിരക്കാണ് പലയിടത്തും. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് വൈകിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, നമുക്ക് കടലും നോക്കി ഇങ്ങനെ ഇരിക്കാമല്ലോ. അല്ലാണ്ട് ഇപ്പോൾ എന്നാ കടലിൽ ചെറിയ ക്രൂസ് ട്രിപ്പുകളും അതേപോലെ തന്നെ ഈ നമ്മുടെ എറണാകുളത്തൊക്കെ കടലിലേക്ക് പോകുന്ന ചെറിയ കപ്പലുകളൊക്കെ ഇല്ല, അതേപോലത്തെ ചെറിയ കപ്പലുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ബാഗും തൂക്കിപ്പോൾ 10 കിലോ ഉണ്ട് ഈ ബാഗ്. ഇപ്പം സുവനീറുകളും അതും ഇതെല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടി ഇപ്പോൾ വെയിറ്റ് കൂടി. ഇനി എന്തെങ്കിലും ചെയ്യണം, നാട്ടിലേക്ക് ഇനിയിപ്പം പോകാത്ത കൊണ്ട് അതിനിപ്പോൾ എന്തെങ്കിലും കൊറിയർ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഈ ബാഗും തൂക്കി ഇപ്പോൾ 2 കിലോമീറ്ററായി ഇന്ന് നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ സിറ്റിയുടെ മറ്റൊരു ഭാഗത്ത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട പഴയ കെട്ടിടങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഈ സീസൈഡ് കെട്ടിടങ്ങളൊക്കെ എന്ത് ഭംഗിയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം പുതിയ കെട്ടിടങ്ങളാണ് പലതും, പഴയ കെട്ടിടങ്ങളൊക്കെ വളരെ കുറവാണ് ഈ ഒരു ഏരിയയിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൈഡ് ഭാഗത്ത് പുതിയ കെട്ടിടങ്ങളൊന്നെങ്കിലും പഴയത് പൊളിച്ച് പണിയുകയോ, കാരണം റിയൽ എസ്റ്റേറ്റ് ആണല്ലോ, അപ്പോൾ പഴയത് പൊളിച്ച് പുതിയത് പണിത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരിക്കണം. അങ്ങനെ ഞാൻ ആ കടൽ തീരത്തൂടെ നടന്ന് ആ വൈറ്റ് ടവർ എന്ന് പറഞ്ഞിവിടെ ഒരു ടവറുണ്ട്, ഒരു സംഭവമുണ്ട്, ഒരു ചെറിയൊരു ചരിത്ര സ്മാരകമുണ്ട്. അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബേസിക്കലി എനിക്ക് ദൂരെ നിന്ന് വേണമെങ്കിൽ ക്യാമറ കൊണ്ട് സൂം ചെയ്തെടുത്തിട്ട് പോകുമായിരുന്നു, പക്ഷേ അങ്ങനെയല്ലല്ലോ, അത് കാണണ്ടേ, അത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതാണത്. നമ്മളെ ക്യൂബയിൽ പോയപ്പോഴത്തേക്കിനും ഇതേപോലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഇതേപോലെ കണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ പക്ഷേ ഭയങ്കര തിരയായിരുന്നു. തിര ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇതിലൂടെ ഒന്നും നടക്കാൻ പറ്റാത്ത പോലെ തിരയടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അഡ്മിറൽ വോട്ട്സിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഏതോ ഒരു പഴയൊരു പട്ടാളക്കാരൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ കാണുന്നത്. 1912 മരണപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വൈറ്റ് ടവർ ഓഫ് തെസ്സലോനിക്കി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കോട്ട പോലത്തെ ഒരു സ്ഥലത്തിന് മുമ്പിലാണ്. അതായത് പണ്ട് ബൈസാൻറ്റൈൻ്റെ കാലത്ത് മുതൽ ഇവിടെ ഒരു ചെറിയൊരു കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ട അവർ പൊളിച്ചിട്ട് ആരാ പണിതത്? അതായത് ഒട്ടോമാൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് അധിനിവേശം നടത്തിയ സമയത്ത് സുൽത്താൻ മുരാഡ് II എന്ന് പറഞ്ഞ വ്യക്തി നിർമ്മിച്ച ഒരു ടവറാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന വൈറ്റ് ടവർ ഓഫ് തെസ്സലോനിക്കി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള എക്സിക്യൂഷൻ, ആളുകളെ കൊല്ലുക, ആളുകളെ പ്രിസണേഴ്സായിട്ട് പലതരത്തിൽ ഇവിടെ ഉപദ്രവിക്കുന്ന ആളുകളെയൊക്കെ അതിനകത്ത് ഇടുക, കൊല്ലുക, അങ്ങനെ തുടങ്ങി കുറേ ക്രൂരകൃത്യങ്ങൾ നടന്നിട്ടുള്ള ഒരു
ടവറാണ് ഇപ്പോൾ കാണുന്ന ഒരു മനോഹരമായ ടവർ. ഇത് ശരിക്കും ഇവർ ആധുനിക ഗ്രീസിൽ ഇവരുടെ തെസ്സലോനിക്കയുടെ ഒരു സിമ്പലായിട്ട് ഇപ്പോൾ അവർ ആ ടവറിനെ കാണുന്നു എന്നാണ് പറയുന്നത്. 1912 സത്യം പറഞ്ഞാൽ ഗ്രീസ് ഈ ഒരു സിറ്റിയുടെ കൺട്രോൾ എടുക്കുന്നത്. അന്ന് മുതൽ ഈ ടവർ അവർ വൈറ്റ് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി പുറത്ത് പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോൾ കാണുന്ന രീതിയിൽ മനോഹരമായിട്ട് സൂക്ഷിക്കുന്നു. ഇത് അടുത്ത് വരുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇത് ഭയങ്കര വലുതാട്ടോ. ഇതിപ്പോൾ ഒരു മ്യൂസിയം കൂടിയാണിത്. ഇതിനകത്തൊരു മ്യൂസിയമുണ്ട്. അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ മ്യൂസിയം അടച്ച് ആർക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ കയറി കാണാം. ഈ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. പ്രത്യേകിച്ച് സ്കൈയുടെ ബ്ലൂ കളറാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത്. ഇങ്ങനെ കടൽ തീരത്തെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും അതിമനോഹരമാണ്. ഇനി നമുക്കിവിടെ നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഒരു പ്രതിമ ഇവിടെയുണ്ട്. മസിഡോണിയയിൽ നമ്മൾ കണ്ടതെല്ലാം പുതിയ ഉണ്ടാക്കിയതാണ്. ഇവിടെ പഴയതായിരിക്കും. അപ്പോൾ നമുക്ക് പഴയ പ്രതിമകൾ പോയി കാണാം. അപ്പോൾ ഈ ഒരു സീ സൈഡിൽ നമുക്കിവിടെ ധാരാളം കച്ചവടക്കാരും പിന്നെ ഒരു പത്തേപാരി പോലത്തെ ഒരു വള്ളം ഒരു കിടപ്പുണ്ട്. അതിങ്ങനെ ഈ കടലിലൂടെ പോകുന്ന ക്രൂസാണ്. 4:15 അടുത്ത ക്രൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സുവനീറുകളൊക്കെ വിൽക്കുന്ന ധാരാളം ആളുകളെ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ക്രൂസ് 30 മിനിറ്റ്സ് ക്രൂസാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തെ ഫുഡിൻ്റെ അല്ല ഡ്രിങ്ക്സിൻ്റെ മെനു വരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് മറ്റേ ഇയാളല്ലേ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയനിലെ ആൾ. പുള്ളിയുടെ ലുക്കുള്ളതല്ലേ, മറ്റേ തോക്ക് സാധനങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ സാധനമാണ്. ഏതാ മനസ്സിലായില്ലേ? പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ സെറ്റപ്പ്. ആ വൈറ്റ് ടവറിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് നടന്ന് വരുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗാർഡനിലാണ്. ഇവിടെ സീ സൈഡിലായിട്ടാണ് നമുക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ പ്രതിമ കാണാൻ സാധിക്കുന്നത്. 1980 കാലഘട്ടം മുതൽ നമ്മുടെ ഗ്രീസ് എന്ന് പറയുന്ന രാജ്യം യൂറോപ്യൻ യൂണിയനിൽ അംഗമാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അംഗമായി കഴിഞ്ഞാൽ ഈ യൂറോപ്പിൻ്റെ ഈ പല ഫണ്ടുകളും പല കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഫണ്ടിങ്ങും ബാക്കിയുള്ള സഹായങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ എക്കണോമി അത് ഭയങ്കരമായിട്ട് ബാധിക്കത്തില്ല, ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അങ്ങനെ ഇന്ന് ഫുള്ള് വള്ളിയാണല്ലോ പറയുന്നത്, ടയർഡ് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ധാരാളം ഫണ്ടൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പല രീതിയിലുള്ള എക്കണോമി ഡെവലപ്മെൻറ്റിന് വേണ്ടിയും. റെയിൽവേ കണക്ടിവിറ്റി ഗ്രീസിൽ മൊത്തത്തിൽ എല്ലായിടത്തേക്കും ഇല്ല, കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇറ്റലി എന്ന് പറയുന്നത് ഓരോ മുക്കിനും മൂലയ്ക്കും വരെ റെയിൽവേ കണക്ടിവിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്കിനും അവിടെ ഒരു ട്രെയിനുണ്ട്, കപ്പലിനകത്ത് ആ ട്രെയിൻ കയറിപ്പോവും. ആ ട്രെയിൻ കപ്പലിൽ കയറിയിട്ട് നമ്മൾ കാറൊക്കെ ഫെറിയിൽ കയറ്റിക്കൊണ്ട് പോകത്തില്ലേ, അതേപോലെ ആ ട്രെയിൻ മൊത്തം കപ്പലിൽ കയറ്റിക്കൊണ്ട് വേറൊരു ദ്വീപിലേക്ക് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാൾട്ട പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും അലക്സാണ്ടർ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഒരു പഴയ ഗ്രീക്ക് അപ്പൂപ്പനോടൊന്ന് പാടുന്നുണ്ട്. പഴയ പാട്ടാ പാടുന്നേ. ഏത്? സുമംഗലി നീ ഓർമ്മിക്കുമോ? അങ്ങനെ ഞാൻ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ പ്രതിമയുടെ അവിടെ തിരിക്കുകയാണ്. ശരിക്കും അലക്സാണ്ടറുടെ മാസിഡോണിയ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡം ഉണ്ടല്ലോ, ആ ഒരു കിങ്ഡത്തിൻ്റെ തലസ്ഥാനമാണ് തെസ്സലോനിക്ക എന്നാണ് പറയുന്നത്. ആ ഒരു കിങ്ഡത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ സദേൺ മസിഡോണിയ ഭാഗം നമ്മൾ നേരത്തെ പോയ നോർത്തേൺ മസിഡോണിയ രാജ്യം, ഇത് സദേൺ മസിഡോണിയ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രതിമയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ കുറേ നടന്ന് എനിക്ക് എൻ്റെ തോള് നല്ല അടിപൊളിയായിട്ട് വേദനിക്കുന്നുണ്ട്. ഗ്രീസ് വളരെ മനോഹരമാണ്. പണ്ടുപോലെ ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യമാണ് ഗ്രീസ്. പക്ഷേ ഇങ്ങനെ ഹറിബറിയായിട്ട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച സ്ഥലമല്ല. കാരണം നമുക്ക് വളരെ നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് കുറേ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു രാജ്യമാണ് ഗ്രീസ്. കാരണം കുറേ മനോഹരമായിട്ടുള്ള സമ്മറാണ് ബെസ്റ്റ്. സമ്മറാണ് ഗ്രീസിലെ ബെസ്റ്റ് സമയം. കുറേ മനോഹരമായിട്ടുള്ള ഐലൻഡുകളും പിന്നെ ഭയങ്കര ഭംഗിയുള്ള ക്ലിഫുകളൊക്കെ ഉള്ള ഒരു കിടിലൻ രാജ്യമാണ് ഗ്രീസ്. സമ്മറിൽ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. സമ്മറിൽ എക്സ്ട്രീം ഹോട്ടായിരിക്കും, അതായത് ചുട്ടു പൊള്ളുന്ന രീതിയിൽ ചൂടായിരിക്കും. അതാണ് സമ്മറിൻ്റെ ഒരു പ്രശ്നം. വിൻ്റർ ആകുമ്പോഴത്തേക്കിനും എക്സ്ട്രീം വിൻ്റർ വരുന്നൊരു രാജ്യമല്ല ഗ്രീസും. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ബാൽക്കൻ പ്രൊവിൻസിലെ രാജ്യങ്ങളൊക്കെ. ഓഫായല്ലോ, അതിന് ടൈമർ ഉണ്ടാവും. ശരിക്കും വിൻ്ററിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളാണ് തുർക്കി, പിന്നെ ഈ ബാൽക്കൻ പ്രൊവിൻസിലെ രാജ്യങ്ങളൊക്കെ. കാരണം ഇവിടെ അങ്ങനെ അതിശൈത്യം വരുന്നൊരു രാജ്യമല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം ജസ്റ്റ് വിൻ്ററിൻ്റെ ആ ഒരു എക്സ്ട്രീം ടൈം ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ ഇവിടെ എല്ലാം പച്ചപ്പും ഇതൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലൊന്നും കാണാനേ പറ്റില്ല. ഇറ്റലി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, ഇറ്റലി പോകുമ്പോൾ തന്നെ നമുക്ക് തിങ്സ് വിൽ ചേഞ്ച്. അപ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഇത്രയും പോലും നമുക്ക് കിട്ടില്ല. നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ സമയമായി. ഈ വണ്ടി പോകുന്നതാണ് തോന്നുന്നത്. No?
റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ സ്റ്റേഷൻ, ട്രെയിൻ. Trena. നോ, യാ, അണ്ടർസ്റ്റുഡ്, താങ്ക് യു. ആളുകളൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എന്നെ 10 നമ്പർ ബസ്സിൽ കയറി പോകണം എന്നൊക്കെ പറഞ്ഞു തന്നു. നമ്മളെ ഇങ്ങോട്ട് സഹായിക്കും. ഇത് കയറുമ്പോൾ ഇതിവിടെ കാണിച്ച് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ വർക്കിംഗ് അല്ലേ? വർക്കിംഗ് അല്ല, ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളുണ്ടല്ലോ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ബേസിക്കലി ഇവർ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അതാണ് ഇവരുടെ പ്രശ്നം. ഇതിനകത്തൊന്നും ഒരു മെഷീനും വർക്ക് ചെയ്യുന്നില്ല. ശരിക്കും ഇവർക്കൊക്കെ ചിലപ്പോൾ പാസോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനെന്തായാലും മറ്റേ ടിക്കറ്റ് എടുത്തുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ മര്യാദയ്ക്കൊന്നും വർക്ക് ചെയ്തില്ല. പലരും ടിക്കറ്റ് എടുക്കുന്നുണ്ടോ നോക്കാൻ പോലും ആരും വരുന്നില്ല. നമ്മുടെ ഡ്രൈവറാണ്, അത് വെറുതെ വണ്ടി ഓടിക്കാൻ മാത്രമേ ഉള്ളൂ, വേറൊരു പണിയും പുള്ളിക്കില്ല. എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ ബസ് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇനി ഇതെങ്ങനെയാണോ അകത്തോട്ട് പോകുന്നത്, എവിടെയാണോ നിർത്തുന്നത്, ഒരു ഐഡിയ ഇല്ല നമ്മുടെ. അപ്പോൾ തിരിച്ചു വന്നു. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ മധ്യഭാഗത്ത് അതിൻ്റെ ഒരു സൈഡിൽ സിറ്റി ബസ്സിൻ്റെ സ്റ്റാൻഡ്, അപ്പുറത്തെ സൈഡിൽ ഇൻ്റർ സ്റ്റേറ്റും ഇൻ്റർ കൺട്രി വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകളുടെ സ്റ്റാൻഡ്. നമ്മുടെ ബാംഗ്ലൂരിൽ മജസ്റ്റിക് ഇല്ലേ, അതേപോലത്തെ ഒരു ഏരിയ. അതാണ് ഈ ഒരു ഏരിയ എനിക്ക് സംഭവമുള്ളത്. എന്തായാലും കൊള്ളാം. ടെസ്ല നോക്കി. എനിക്ക് ശരിക്കും ട്രെയിൻ മിസ്സായില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആഥൻസ് എത്തേണ്ട സമയമായിരുന്നു. എന്തായാലും നമുക്ക് ടെസ്റ്റിന് ട്രെയിൻ മിസ്സായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ, അതായത് മസിഡോണിയൻ കിങ്ഡത്തിലെ കുറച്ച് കാഴ്ചകൾ, നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ നാട്ടിലെ കാഴ്ചകൾ കാണാൻ പറ്റി അല്ലേ. അപ്പോൾ ഇനി നാളെ ഞാൻ ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി എനിക്ക് ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി ആഥൻസ് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പത്രാസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പോർട്ടുണ്ട്, ആ പോർട്ടിലേക്ക് പോകണം. എന്നാലേ നമുക്ക് കപ്പലിൽ കയറി നമ്മൾ ഇറ്റലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും ബൈ ബൈ.